അതൊന്നും വേണ്ട. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഞാൻ പറഞ്ഞു മനുഷ്യനല്ല ഉണ്ടായിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLB. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന സകല കുരങ്ങുകൾക്കും മനുഷ്യർക്കും പൊതുപൂർവികനുണ്ടാകും. എന്നോട് ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാൻ? നിനക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ? അതെങ്ങനെയാ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് വേണ്ടേ? ആ പൊതുപൂർവികനിൽ നിന്ന് വ്യത്യസ്തതകൾ ആർജിക്കുന്നത് വഴിയാണ് അല്ലാതെ കുരങ്ങല്ല മനുഷ്യനാകുന്നത്. എന്താ ഷായിട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. എല്ലാ ശാഖയ്ക്കും തുമ്പുണ്ട്. ആ ഒരു തുമ്പിലുള്ള ഇത് ജീവിയാണ് മനുഷ്യൻ. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. ബാക്ടീരിയ ഉണ്ടാകുന്നത് ജീവൻ ബീജവും വേണമല്ലോ. വേണ്ട. സിമ്പിൾ ചോദ്യം. സാർ ഇപ്പൊ പറഞ്ഞു വെച്ചെടുത്ത് തന്നെ നമ്മൾ എത്തി. എന്തൊരു കഷ്ടമാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. കുരങ്ങനിൽ നിന്ന് കുരങ്ങനും കടുവയിൽ നിന്ന് കടുവയും മനുഷ്യനിൽ നിന്ന് മനുഷ്യനും ഉണ്ടാവും. അതല്ലേ കുട്ടേട്ടാ? ഇനി എനിക്ക് എന്താണ് വേണ്ടേ? കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. കുരങ്ങെന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഒരു കുരങ്ങിൽ ഒരു വിഭാഗമാണ്, അല്ലാതെ മനുഷ്യൻ വേറെയല്ല. മദ്രസയിൽ ഒരിക്കലും അസംബന്ധം അല്ലല്ലോ പഠിപ്പിക്കുന്നത്. അത്ര മാത്രമേ പഠിപ്പിക്കാനൊക്കത്തുള്ളൂ, അല്ല പഠിപ്പിക്കാനൊക്കെ അങ്ങനെ ഒന്നും പറ്റിയില്ലല്ലോ. ഇനി പറ്റാതെ ഇയാക്കല്ല എന്നാണോ എനിക്ക് ഉത്തരം തരാൻ ചോദ്യത്തിന് സാർ സ്ട്രൈറ്റ് തന്നിട്ടില്ല. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്താ ഉത്തരം ഇത് കണ്ടോണ്ടിരിക്കുന്ന മുഴുവൻ പേർക്ക് മനസ്സിലാവും. ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്ന ഒന്നാണ് ബീജം. ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്നതാണ് അണ്ഡം. അതിനകത്തിരിക്കുന്ന ഓരോ കോശത്തിനും ജീവനുണ്ട്. എന്താ പോതുമാ കുഴന്ത. അപ്പൊ ഈ ആദവും ഹവ്വയും എങ്ങനെ ഉണ്ടായി? അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല, കഥയ്ക്കകത്ത് മാത്രം. ഇങ്ങ എവ്വളോ കുത്തനാലും തന്നെ കിടക്കാതുങ്ക. ഇടപെട്ടപ്പായി ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കറി. അപ്പൊ എങ്ങനെയാ ജീവൻ ഉണ്ടായത്? ജീവൻ ഉണ്ടാവണ്ടേ? അത് ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായതിനെ പറ്റിയാ ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. അതപ്പോ ഇയാൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പുറകോട്ട് നമ്മൾ പരിശോധിച്ചാൽ അത് ഒരിടത്ത് വന്ന് മുട്ടും. ആ മുട്ടുന്ന സ്ഥലത്തിനെ പൊതുപൂർവികൻ എന്നാണ് നമ്മൾ പറയുന്നത്. ആരാണ് ആ പൊതുപൂർവികൻ? ഞാൻ പോകുന്നു. ബൈ ബൈ. നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കളയാടി മോനെ.